പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇ-കൊമേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു ബൈങ്, സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ആൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, പ്രൈമർലി ദ ഇന്റർനെറ്റ്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് ഇതിലൂടെ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ, പ്രൈമർലി ദ ഇന്റർനെറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ആൻഡ് ഫണ്ട്സ്. ഇത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രാൻസ്ഫർ ഡാറ്റ ആൻഡ് ഫണ്ട് ട്രാൻസ്ഫറും ഡാറ്റ ട്രാൻസ്ഫറും ഒക്കെ ഇതിലൂടെ സാധ്യമാകുമ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ ഇ-കൊമേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. There are different types of e-commerce. First one is B2C. B2C is a business to consumer. Business sell directly to end consumer. End consumerലേക്ക് ബിസിനസ് ആളുകൾ ഡയറക്റ്റ് ആയി വിൽക്കുന്നതിന് B2C എന്ന് പറയും. പർച്ചേസ് മൊബൈൽ ഫ്രം ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്. നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഡയറക്റ്റ് ആയിട്ട് ആ ഫേമും നമ്മളായിട്ടാണ് കണക്ഷൻ ഉള്ളത്. ഓക്കെ, B2C. B2B ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ടു ബിസിനസ്സസ്. രണ്ട് ബിസിനസ്സുകാർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിസിനസ്സുകാരാണ്, വേറൊരാൾ ബിസിനസ്സാണ്. ഇവർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ സാധനങ്ങൾ വാങ്ങുന്നു, എന്റെ സാധനങ്ങൾ മറ്റൊരാൾക്ക് വിൽക്കുന്നു, ബിസിനസ്സുകാർക്ക് വിൽക്കുന്നു. എ ഹോൾസെയിൽ പർച്ചേസർ ബൾക്ക് മെറ്റീരിയൽ ഫ്രം മാനുഫാക്ചർ ത്രൂ ഓൺലൈൻ പോർട്ടൽ ലൈക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് ഒരു ഹോൾസെയിൽ പർച്ചേസർ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ B2B ആണ്. C2C, കൺസ്യൂമർ ടു കൺസ്യൂമർ. കൺസ്യൂമർ സെൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടു അതർ കൺസ്യൂമേഴ്സ് യൂസിങ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമറിന് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനെ C2C എന്ന് പറയും. സെല്ലിംഗ് യൂസ്ഡ് ഫർണിച്ചർ ത്രൂ OLX, eBay. OLXിലൂടെ നമ്മൾ വാഹനം വിൽക്കാൻ, ഞാൻ യൂസ് ചെയ്ത സാധനമാണ്, ഞാൻ കൺസ്യൂമറാണ്, ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്, അതിനെ C2C എന്ന് പറയും. അടുത്ത C2B, കൺസ്യൂമർ ടു ബിസിനസ്. ഇൻഡിവിജ്വൽ സെൽ പ്രൊഡക്ട്സ് ഓർ ഓഫർ സർവീസ് ടു കമ്പനി. കമ്പനിക്ക് എന്ത് ചെയ്യാണ്, ഒരു കൺസ്യൂമർ സാധനം കൊടുക്കുകയാണ്, പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ. ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ഓഫറിംഗ് ലോഗോ ഡിസൈൻ സർവീസ് ടു എ കമ്പനി ബൈ ഫൈവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ C2B ആണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഇ-കൊമേഴ്സ്. ഒന്നാമത്തെ യൂബിക്വിറ്റി. ഇ-കൊമേഴ്സ് ഈസ് അവൈലബിൾ എനി ടൈം എനിവേർ, റിമൂവിങ് ലൊക്കേഷൻ ആൻഡ് ടൈം റെസ്ട്രിക്ഷൻ. ലൊക്കേഷൻ റിമൂവ് ചെയ്ത് ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാണ്, ഏത് സമയത്തും എപ്പോഴും എവിടെയും എന്ത് ചെയ്യാൻ പറ്റും, ഇ-കൊമേഴ്സ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ഗ്ലോബൽ റീച്ച്. ബിസിനസ് ക്യാൻ ആക്സസ് കസ്റ്റമേഴ്സ് ഗ്ലോബലി ബിയോണ്ട് ലോക്കൽ ബൗണ്ടറി. ലോക്കൽ ബൗണ്ടറിക്ക് പകരമായിട്ട് ഗ്ലോബലി ആയിട്ട് കസ്റ്റമറിന് ഇത് ആക്സസ് കിട്ടുകയാണ്. അതാണ് ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നത്. ഗ്ലോബൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇന്ററാക്ടിവിറ്റി. യൂസേഴ്സ് ക്യാൻ ഇന്ററാക്ട് വിത്ത് സെല്ലേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. റീഡ് റിവ്യൂസ് ആൻഡ് മേക്ക് ഇൻഫോർമഡ് ഡിസിഷൻ. അതിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട ഡിസിഷൻ എടുക്കാൻ സാധിക്കും. സെല്ലറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. മെസ്സേജിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഫോൺ കോളിലൂടെ ഒക്കെ ഇതിൽ സാധ്യമാണ്. ഓക്കെ, ഇന്ററാക്ട് വിത്ത് സെല്ലേഴ്സ്, റീഡ് റിവ്യൂസ്, പേഴ്സണലൈസേഷൻ. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ഡാറ്റ അനലിറ്റിക്സ് ടു സജസ്റ്റ് പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ബ്രൗസിംഗ് ആൻഡ് പർച്ചേസിംഗ് ബിഹേവിയർ. നമ്മൾ ഒരു സാധനത്തെ ബ്രൗസ് ചെയ്യാൻ, നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട personalization. E-commerce platform use data analytics to suggest product based on browsing and purchasing behavior. ആളുകളുടെ പർച്ചേസിംഗ് ബിഹേവിയറിനെയും ബ്രൗസിംഗിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്ത് സജസ്റ്റ് ചെയ്യും ഡാറ്റ അനലിറ്റിക്സിലൂടെ. കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഒരു ഉദാഹരണത്തിന് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു. ഞാൻ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഒന്ന് അതിനെക്കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ പിന്നെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം തുറക്കുമ്പോൾ അതിന്റെ സജഷൻ നമുക്ക് വരും. ഓക്കെ, അതിനെന്ത് പറയാം, പേഴ്സണലൈസേഷൻ എന്ന് പറയാം. ബെനിഫിറ്റ് ഓഫ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിന്റെ ബെനിഫിറ്റ് ഒന്നാമത്തത് കൺവീനിയൻസ്. ഷോപ്പിംഗ് ഈസ് അവൈലബിൾ 24/7. ആഴ്ചയിൽ എല്ലാ മണിക്കൂറും ഇത് അവൈലബിൾ. സേവിംഗ് ടൈം ആൻഡ് എഫേർട്ട്. അതിലൂടെ ടൈമും എഫേർട്ടും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. വൈഡർ സെലക്ഷൻ. കസ്റ്റമേഴ്സ് ക്യാൻ ആക്സസ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ഓഫൺ മോർ ദാൻ എ ഫിസിക്കൽ സ്റ്റോർ. ഫിസിക്കൽ സ്റ്റോറിനെക്കാട്ടി കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ഇവിടെ ലഭ്യമാണ്. വൈഡർ സെലക്ഷൻ ലഭ്യമാണ്. കോസ്റ്റ് എഫക്റ്റീവ്. ബിസിനസ്സസ് സേവ് ഓൺ റെന്റ് സേവ് ചെയ്യാം, സ്റ്റാഫിംഗ് സേവ് ചെയ്യാം. കസ്റ്റമേഴ്സ് ഓഫൺ ഗെറ്റ് ബെറ്റർ പ്രൈസിൽ അതിലൂടെ ലഭിക്കുകയും ചെയ്യും. ഈസി കമ്പാരിസൺ. വെബ്സൈറ്റ് ആൻഡ് ടൂൾസ് അലോ യൂസേഴ്സ് ടു കമ്പയർ പ്രൈസസ്, ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ക്വിക്ക്ലി. പെട്ടെന്ന് നമുക്ക് കമ്പാരിസൺ നടത്താം. കുറേ വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, ഇതിൽ പോയിട്ട് ഇതിനെത്രയാണ് അതിലെത്രയാണ് ഫീച്ചേഴ്സ് റിവ്യൂസ് ഒക്കെ നമുക്ക് ക്വിക്കായിട്ട് ലഭിക്കും. ഇനി കോമ്പണൻസ് ഓഫ് ഇ-കൊമേഴ്സ്. ഒന്ന് വെബ്സൈറ്റ് ഓർ ഓൺലൈൻ പ്ലാറ്റ്ഫോം. വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് കാര്യം. യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ആപ്പിലൂടെയാണ്. പേയ്മെന്റ് ഗേറ്റ് വേ. പല പേയ്മെന്റിലൂടെയും എ സെക്യൂർ സിസ്റ്റം ടു പ്രോസസ് ഓൺലൈൻ പേയ്മെന്റ്. റാസോർ പേ, പേപാൾ, പേടിഎം, ജിപേ, ഫോൺ പേ പോലുള്ള. ലോജിസ്റ്റിക്സ് ആൻഡ് ഡെലിവറി. എഫിഷ്യന്റ് സിസ്റ്റം ഫോർ
പാക്കേജിംഗ്, ഷിപ്പിംഗ് ആൻഡ് ഡെലിവറിംഗ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമറിന് സാധനങ്ങൾ എത്തിക്കുന്നതിന് എഫിഷ്യന്റ് സിസ്റ്റം പാക്കിംഗ് ഉണ്ടായിരിക്കും, ഷിപ്പിംഗ് ഡെലിവറിംഗ് സിസ്റ്റം ഉണ്ട്. കസ്റ്റമർ സപ്പോർട്ട്, ചാറ്റ് ബോട്ട്, ഹെൽപ്പ് ലൈൻ, റിട്ടേൺ പോളിസി ടു അസിസ്റ്റ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി ചാറ്റ് ബോട്ട് നമുക്ക് സംശയങ്ങളും നമ്മൾ കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കാൻ കഴിയും. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉണ്ടാവും. നമുക്ക് തന്ന സാധനത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ്, റിട്ടേൺ പോളിസി അടക്കം അവൈലബിൾ ആണ്. കസ്റ്റമർ ബിഹേവിയർ ഓൺ ഇ-കോമേഴ്സ് ആൻഡ് ഓൺലൈൻ റീറ്റെയിൽ. Customer behavior refers to attitude, preference, decision, and action of customers when they search for, purchase, use, evaluate, and dispose of product or service online. അവർ സാധനങ്ങൾ, കസ്റ്റമേഴ്സ് സാധനങ്ങൾ സെർച്ച് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, യൂസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഡിസ്പോസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസിൽ കസ്റ്റമറിന്റെ ആറ്റിറ്റ്യൂഡ്, പ്രിഫറൻസ്, ഡിസിഷൻ, ആക്ഷൻ, ഇതാണ് കസ്റ്റമർ ബിഹേവിയർ. അണ്ടർസ്റ്റാൻഡിംഗ് ദിസ് ബിഹേവിയർ ഹെൽപ്സ് ബിസിനസ് ടൈലർ ദെയർ സ്ട്രാറ്റജിക് ടു മീറ്റ് കസ്റ്റമർ നീഡ്സ്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കസ്റ്റമറിന്റെ നീഡ്സിനനുസരിച്ച് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും സാധിക്കും. കീ ഫാക്ടേഴ്സ് കസ്റ്റമർ ബിഹേവിയർ ഓൺലൈൻ. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് കസ്റ്റമർ കണ്ടിട്ടുള്ള കീ ഫാക്ടേഴ്സ്. ഒന്ന് കൺവീനിയൻസ് ആണ്. ഏത് സമയത്തും ഈസി ആൻഡ് ടൈം സേവിംഗ് ആണ് ഓൺലൈൻ. ഓക്കെ, ഇത് ആഴ്ചയിൽ 24 മണിക്കൂറും 7 ദിവസവും 24 മണിക്കൂറും ഫിസിക്കൽ സ്റ്റോറിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Okay, price sensitivity. Online shoppers are highly price conscious and frequently compare price across platform. Discount offer, free delivery, influence system. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഹൈ പ്രൈസ് കോൺഷ്യസ് ഉണ്ട് ആളുകൾക്ക്, ഓൺലൈൻ ഷോപ്പേഴ്സിന്. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് കമ്പയർ ചെയ്യും പ്രൈസ് ഓരോ പ്ലാറ്റ്ഫോമുകളിൽ. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് തരും, ഓഫർ തരും, ഫ്രീ ഡെലിവറി സിസ്റ്റം ഒക്കെ അതിലുണ്ട്. പ്രൊഡക്റ്റ് റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്. കസ്റ്റമേഴ്സ് റിലി ഓൺ അതേഴ്സ് യൂസേഴ്സ് റിവ്യൂസ് ആൻഡ് റേറ്റിംഗ് ബിഫോർ മേക്കിംഗ് പർച്ചേസ്. സാധനം വാങ്ങുന്നതിന് മുമ്പ് റിവ്യൂസും യൂസേഴ്സിന്റെ റിവ്യൂസ്, അതിന്റെ റേറ്റിംഗ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നോക്കുക. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻക്രീസ് ട്രസ്റ്റ് ഇൻ ദ പ്രൊഡക്റ്റ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊഡക്റ്റിലുള്ള ട്രസ്റ്റ് വർദ്ധിപ്പിക്കും. ബ്രാൻഡ് ട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി. ഷോപ്പേഴ്സ് പ്രിഫർ റിലയബിൾ ബ്രാൻഡ് ആൻഡ് സെക്യൂർ വെബ്സൈറ്റ് ടു അവോയ്ഡ് ഫ്രോഡ്. ഫ്രോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡും അതേപോലെ സെക്യൂർ വെബ്സൈറ്റുമാണ് ഷോപ്പേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. വിഷ്വൽ അപ്പീൽ ആൻഡ് ഈസ് ഓഫ് നാവിഗേഷൻ. വെബ്സൈറ്റ് ആപ്പ് ദാറ്റ് ഈസ് അട്രാക്റ്റീവ്, ഫാസ്റ്റ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അട്രാക്റ്റീവ് ആയിരിക്കണം, ഫാസ്റ്റ് ആയിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആണെങ്കിൽ ഇംപ്രൂവ് കസ്റ്റമർ എക്സ്പീരിയൻസ്. കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യും. ഹൈ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്, ഇമേജ് ആൻഡ് വീഡിയോസ് ഇൻഫ്ലുവൻസ് ബൈങ് ഡിസിഷൻ. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ്, വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യും, ആളുകളുടെ ബൈങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചലഞ്ചസ് ഓഫ് ഇ-കോമേഴ്സ് ആൻഡ് ഓൺലൈൻ റീറ്റെയിൽ. While e-commerce has transformed how we shop, it also faces several limitations and challenges that affect both business and consumers. ബിസിനസിനെയും കൺസ്യൂമേഴ്സിനെയും ഈ ലിമിറ്റേഷനും ചലഞ്ച് അഫക്ട് ചെയ്യും. ബിലോ ആർ കീ ചലഞ്ച് എക്സ്പ്ലെയിൻ വിത്ത് സിമ്പിൾ എക്സാമ്പിൾ. ഒന്ന്, ഏറ്റവും വലിയൊരു പ്രശ്നം സൈബർ സെക്യൂരിറ്റി, ഡാറ്റ പ്രൈവസി. ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആർ പ്രോൺ ടു ഹാക്കിംഗ് ആൻഡ് ഡാറ്റ തെഫ്റ്റ്. ഡാറ്റ തെഫ്റ്റിന്റെ ഹാക്കിംഗ് ചെയ്യാൻ കസ്റ്റമർ മേ ഹെസിറ്റേറ്റ് ടു ഷോപ്പ് ഓൺലൈൻ ഡ്യൂ ടു പ്രൈവസി കൺസേൺ. ലാക്ക് ഓഫ് ഫിസിക്കൽ ടച്ച് ആൻഡ് ഫീൽ. ആളുകൾക്ക് ഇതിൽ ഉള്ള ഫിസിക്കൽ ടച്ചിൽ ഫീൽ ചെയ്യുക. കസ്റ്റമർ കനോട്ട് സീ ഓർ ട്രൈ പ്രൊഡക്റ്റ് ബിഫോർ ബൈ. വാങ്ങുന്നതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല, സീ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ദിസ് ലീഡ്സ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ വെൻ ദ പ്രൊഡക്റ്റ് ഡസന്റ് മാച്ച് എക്സ്പെക്ടേഷൻ. നമ്മളെ പ്രതീക്ഷക്കടുത്ത് ആ സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഡെലിവറി ആൻഡ് ലോജിസ്റ്റിക്സ് ഇഷ്യൂസ്. ഡിലേ, റോങ് ഡെലിവറി, ഡിലേ ഉണ്ടാവുക, അതേപോലെ റോങ് ആയിട്ട് ഡെലിവറി ചെയ്യുക. ആൻഡ് ഡാമേജ് പ്രൊഡക്റ്റ് അഫക്ട് കസ്റ്റമർ എക്സ്പീരിയൻസ്. അത് കസ്റ്റമറിന്റെ എക്സ്പീരിയൻസിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. മാനേജ് റിട്ടേൺ ഈസ് ആൾസോ ബിഗ് ചലഞ്ച്. ഹൈ കോമ്പറ്റീഷൻ. മെനി ബിസിനസ് ആർ സെല്ലിംഗ് ദ സെയിം പ്രൊഡക്റ്റ് ഓൺലൈൻ. കുറേ കമ്പനികൾ സെയിം പ്രൊഡക്റ്റ് ഓൺലൈനിലൂടെ വിൽക്കുന്നുണ്ട്. കമ്പനീസ് മസ്റ്റ് റെഡ്യൂസ് പ്രൈസ് ടു ഓർ ഓഫർ ഹെവി ഡിസ്കൗണ്ട് ടു സ്റ്റേ കോമ്പറ്റീറ്റീവ്. കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കണമെങ്കിൽ കൂടുതലായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും, പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നാലേ നിലനിൽപ്പുള്ളൂ. കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. ന്യൂ യൂസേഴ്സ് മേ നോട്ട് ട്രസ്റ്റ് അൺഫെമിലിയർ വെബ്സൈറ്റ്. അൺഫെമിലിയർ വെബ്സൈറ്റ് ന്യൂ യൂസേഴ്സ് ട്രസ്റ്റ് ചെയ്യില്ല. ആൾസോ കസ്റ്റമർ മേ സ്വിച്ച് പ്ലാറ്റ്ഫോം ഈസിലി ഫോർ ബെറ്റർ ഡീൽ. ബെറ്റർ ഡീലിന് വേണ്ടി പുതിയ ഇതിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകും. ടെക്നിക്കൽ ഗ്ലിച്ചസ്. വെബ്സൈറ്റ് ഓർ ആപ്പ് crashes, slow loading, error during checkout can lead to lost sale and frustration. ആളുകൾ ചെക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് സ്ലോ ലോഡിംഗ് ആണ്, എററുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ചെക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് പോകും, ലോസ്റ്റ് സെയിലും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ലീഗൽ ആൻഡ് ടാക്സ് ചലഞ്ചസ്. ഇ-കോമേഴ്സ് ബിസിനസ് മസ്റ്റ് ഫോളോ കോംപ്ലക്സ് ലോസ് റിലേറ്റഡ് ടു GST, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഇ-കോമേഴ്സ് ബിസിനസ് മസ്റ്റ് ഫോളോ കോംപ്ലക്സ് ലോ ഫോളോ ചെയ്യണം. GST, കൺസ്യൂമർ റൈറ്റ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓക്കെ. Fake or low quality product. Some sellers provide counterfeit or poor quality goods. ചില product sellers provide. This reduce trust in online shopping. Cart abandoned. Many users add product to the cart but leave without buying. Reasons include high shipping cost or complex checkout. ചില ആളുകൾ കാർട്ടിലിടും, കാരണം ഹൈ ഷിപ്പിംഗ് കോസ്റ്റും കോംപ്ലക്സ് ചെക്കൗട്ട് കൊണ്ടും. ഡിജിറ്റൽ ഡിവൈഡ്. ഈ റൂറൽ റിമോട്ട് ഏരിയയിൽ ലാക്ക് ഓഫ് ഇന്റർനെറ്റ് ആൻഡ് ഡീറ്റെയിൽ നോളജ് ലിമിറ്റ് ആക്സസ് ടു ഇ-കോമേഴ്സ്. ഈ ചെറിയ റൂറൽ ഏരിയയിലൊന്നും ഈ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട്
അവിടെയുള്ള ആളുകൾക്ക് ഇത് ആക്സസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനെ നേരിടുന്നത്. അപ്പൊ e-commerce എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനാണ്. അപ്പൊ ഈ സാധനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.